Welcome to Mint, the right guidance. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണല്ലേ. അപ്പോൾ നമുക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, സിലബസിനൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ വരാൻ ചാൻസ് ഉള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മളുടെ സിലബസ്, ജനറലി ഉള്ള സിലബസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എക്സാം പാറ്റേൺ എന്താണ്, അതേപോലെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും മന്ത് വൈസും അതേപോലെ ഡെയിലി ഷെഡ്യൂളും ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യം നമുക്ക് കാണേണ്ടത് ബേസിക് എക്സാമിൻ്റെ കാര്യങ്ങളാണ്. തസ്തികയുടെ പേരെന്താണ്? ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് 2026 എന്നുള്ള പോസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇത് നടത്തുന്നത് കേരള ഹൈക്കോടതിയാണ് നടത്തുന്നത്. സംസ്ഥാന തലമായിട്ടുള്ള ഒരു എക്സാമാണ്. ഇതിൻ്റെ എന്താണ് പരീക്ഷാ തലം? ഇത് സംസ്ഥാന തലമാണ്. അതേപോലെ തന്നെ ഈ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ 2026 തിരഞ്ഞെടുക്കുന്ന എക്സാം പാറ്റേണിൻ്റെ രീതി എന്തായിരിക്കും? നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും, അതേപോലെ അഭിമുഖവും ഉണ്ടാവും. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും, അതേപോലെ അഭിമുഖം, അതായത് ഇൻ്റർവ്യൂ കൂടെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ബേസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇറങ്ങുന്നത്. നമ്മൾ ശമ്പളം നോക്കുകയാണെങ്കിൽ അബൌട്ട് 39,300 മുതൽ 83,000 റുപ്പീസ് വരെ. അപ്പം നല്ല റേഞ്ചാണ് അല്ലേ ശമ്പളത്തിൻ്റെ. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതേപോലെ വെബ്സൈറ്റ് ഏതാണ്? ഔദ്യോഗികമായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് HCK recruitment.keralacourts.in ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നെ നമുക്ക് കാണാനുള്ളത് എക്സാം പാറ്റേൺ ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ സ്റ്റേജ് 1 ഉണ്ടാവുക എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ടെസ്റ്റാണ് നമുക്ക് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് OMR ബേസ്ഡ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് 100 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. അത് ടോട്ടൽ എത്രയാണ്? 75 മിനിറ്റ്സ് ആയിരിക്കും നമുക്ക് ഈ എക്സാം എഴുതാനുള്ള സമയം. അതിൽ എന്തൊക്കെയാണുള്ളത്? ജനറൽ ഇംഗ്ലീഷിൽ ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ ആണ് ഉണ്ടാവുക. ടോട്ടൽ 50 മാർക്കിൻ്റെ ആണ് വരുന്നുള്ളത്. അതേപോലെ ജനറൽ നോളജ് ഉണ്ടാവും, ഇന്ത്യയുടെയും കേരളയുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ളത്, സയൻസ്, IT, കറണ്ട് അഫയേഴ്സ്, ഇതിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ നോളജ് ആയിരിക്കും നമുക്ക് ഈ സെക്ഷനിൽ വരുന്നത്. അതിന് 40 മാർക്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ മാത്സ് ആൻഡ് റീസണിങ്, അതിൽ ബേസിക് മാത്സും ലോജിക്കൽ റീസണിങ് ആണ് വരുന്നത്. അത് 10 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 100 മാർക്കിനാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഇംഗ്ലീഷിനാണ് ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് 1 മാർക്ക് കറക്റ്റ് ആൻസറിനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. -2.5 ആണ് കിട്ടുന്നത്. അപ്പോൾ 0.25 എന്നുള്ള മാർക്ക് നമുക്ക് തെറ്റിയാൽ പോകും. അപ്പോൾ -0.25 എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അത്രയും പോകും മാർക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1/4 മാർക്ക് പോകുന്നതാണ്. അപ്പം ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. എല്ലാം അറ്റംപ്റ്റ് ചെയ്യേണ്ടതല്ല. നമ്മൾക്ക് മാക്സിമം നമ്മുടെ അറ്റംപ്റ്റ്സ് നമ്മളുടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തലയിൽ വെച്ചിട്ട് വേണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ. പിന്നെ സ്റ്റേജ് 2, ഇതാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള എക്സാംസിന് വ്യത്യാസമായിട്ട് വരുന്നതാണ് എന്ത്? ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്നുള്ളത്. അതിൻ്റെ അകത്ത് പ്രെസിസ് ഉണ്ട്, കോംപ്രിഹെൻഷൻ ഉണ്ട്, അതേപോലെ ഷോർട്ട് എസ്സേ ഉണ്ട്. ഇതൊക്കെ കൂടെ 60 മാർക്കിനാണ് വരുന്നത്. ഇതിന് 60 മിനിറ്റ്, 1 മണിക്കൂറാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മളുടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നടന്നതിന് തൊട്ട് ശേഷമാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇത് ഒന്നിച്ചാണ് നടക്കുന്നത്, അല്ലാണ്ട് സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടൊന്നും അല്ല നടക്കുന്നത്. പിന്നെ നമ്മുടെ സ്റ്റേജ് 3 എന്താണ്? സ്റ്റേജ് 3 ആണ് ഇൻ്റർവ്യൂ, പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. 10 മാർക്കിനാണ് ഈ പേഴ്സണൽ ഇൻ്റർവ്യൂ നടക്കുന്നത്. മിനിമം 35% എങ്കിലും ഈ ഇൻ്റർവ്യൂവിൽ നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. അപ്പോഴേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂവിലും മിനിമം ആയിട്ടുള്ളൊരു സ്കോർ ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ ഇൻ്റർവ്യൂയും ഉണ്ട്. ഇത് 3ഉം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ പരീക്ഷ ഇംഗ്ലീഷിലായിരിക്കും നടക്കുന്നത്. അപ്പം മീഡിയം ഓഫ് എക്സാം നോക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷ് ആയിരിക്കും.
അതേപോലെ ബിരുദതല ഡിഗ്രി ലെവൽ ആയിട്ടുള്ള ഒരു എക്സാമിൻ്റെ ഒരു നിലവാരമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡിഗ്രി ആണല്ലോ ബേസിക് ക്വാളിഫിക്കേഷൻ, ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി അങ്ങനെയൊക്കെ ആയിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ബിരുദതലമായിട്ടുള്ള എക്സാമിൻ്റെ ആ ഒരു റേഞ്ച് തന്നെ എക്സ്പെക്ട് ചെയ്തിട്ട് പോകേണ്ടതാണ്. അപ്പോൾ അഭിമുഖത്തിനായി തിരഞ്ഞെടുക്കപ്പെടാൻ നമ്മൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ മിനിമം 40% മാർക്ക് വാങ്ങിച്ചിരിക്കണം. അപ്പോൾ നമ്മൾക്ക് ഇൻ്റർവ്യൂക്ക് വേണ്ടി സെലക്ട് ആവാൻ വേണ്ടി നമ്മൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, നമ്മൾ പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ നമ്മൾ മിനിമം 40% എങ്കിലും സ്കോർ ചെയ്തിരിക്കണം. അപ്പോഴേ നമുക്ക് ഇൻ്റർവ്യൂവിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള, പങ്കെടുക്കാനുള്ള ചാൻസ് കിട്ടുള്ളൂ. ഇൻ്റർവ്യൂവിലാണെങ്കിലോ ഇൻ്റർവ്യൂവിൽ മിനിമം 35% എങ്കിലും സ്കോർ ചെയ്താലേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള എക്സാംസിന് നമുക്ക് സ്ട്രെങ്ത് ഉള്ള എക്സാംസിന്, ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവിലാണ് സ്ട്രെങ്ത് എന്നുണ്ടെങ്കിൽ അതിന് മാത്രം സ്കോർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഒബ്ജക്റ്റീവിൽ 40% സ്കോർ ചെയ്താൽ മാത്രമേ ഇൻ്റർവ്യൂക്ക് വരാൻ പറ്റൂ. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ നമുക്ക് തീരെ പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, 35% എങ്കിലും ഇൻ്റർവ്യൂവിൽ സ്കോർ ചെയ്യണം, അപ്പോഴേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ. അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുകൾ, അതിൻ്റെ അകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മാത്രമേ മൂല്യനിർണ്ണയം നടത്തുള്ളൂ. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആയ കാൻഡിഡേറ്റ്സിൻ്റെ മാത്രം ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് മാത്രമേ മൂല്യനിർണ്ണയം നടത്തുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അത് കറക്റ്റ് തന്നെ ചെയ്യുള്ളൂ. അന്തിമ റാങ്ക് ലിസ്റ്റിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെയും അഭിമുഖത്തിൻ്റെയും കൂടെ മാർക്ക് ഒന്നിച്ചായിട്ടായിരിക്കും നമ്മളുടെ റാങ്ക് വരുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ, 3ൻ്റെയും കൂടെ മാർക്ക് ആഡ് ചെയ്തിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവുക. അപ്പം നമ്മൾ മെയിൻലി നമുക്ക് ഫോക്കസ് ഉള്ളത് എന്തിലാണ്, സിലബസിലാണ് അല്ലേ. അപ്പം നമുക്ക് ആദ്യം സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ബേസിക് മാത്തമാറ്റിക്സ് ഉണ്ട്. ബേസിക് മാത്തമാറ്റിക്സിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. കാൽക്കുലസ് ആൻഡ് അനാലിസിസ്, ജോമെട്രി ആൻഡ് ടോപ്പോളജി, കോമ്പിനറ്റോറിക്സ്, നമ്പർ റാങ്കിങ്, ആൽജിബ്ര, ലോജിക്, നമ്പർ തിയറി, ഡൈനാമിക്കൽ സിസ്റ്റംസ് ആൻഡ് ഡിഫറൻഷ്യൽ ഈക്വേഷൻസ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്യൂബ്സ് ആൻഡ് ഡൈസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് കൺക്ലൂഷൻസ്, ഡയറക്ഷൻസ്. ഇതൊക്കെയാണ് ബേസിക് മാത്തമാറ്റിക്സിൽ വരുന്നത്. ഈ സിലബസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോയി പ്രീവിയസ് ഇയറിൽ വന്ന പേപ്പേഴ്സ് എടുത്ത് നോക്കിയിട്ട് ഏത് പാർട്ടിലാണ് ബേസിക് മാത്തമാറ്റിക്സിൽ തന്നെ അവർ വെയിറ്റേജ് കൊടുക്കണേ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രയോറിറ്റി വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടെ ഈസി ആയിട്ട് ഈ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റീസണിങ് ആണ്. റീസണിങ് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ. അതിൻ്റെ അകത്ത് മിറർ ഇമേജസ്, ഡിസിഷൻ മേക്കിംഗ്, ഗ്രൂപ്പിംഗ് ഐഡൻറ്റിക്കൽ ഫിഗേഴ്സ്, പ്രോബ്ലംസ് ഓൺ ഏജ് കാൽക്കുലേഷൻ, ഫിഗർ മെട്രിക്സ് ക്വസ്റ്റ്യൻസ്, നോൺ വെർബൽ സീരീസ്, ബ്ലഡ് റിലേഷൻസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, നമ്പർ സീരീസ്, ടെസ്റ്റ് ഓഫ് ഡയറക്ഷൻ സെൻസ്, ആർഗ്യുമെൻറ്റ്സ്, ഇൻഫറൻസ്, അരിത്മെറ്റിക്കൽ റീസണിങ്, അനാലജി, ആൽഫബറ്റ് സീരീസ്, വെൻ ഡയഗ്രാം, നമ്പർ റാങ്കിങ് ഒക്കെ പോലെ നമ്മൾക്ക് എല്ലാ എക്സാംസിനും വരുന്ന പോലെ തന്നെയുള്ള സിലബസാണ് റീസണിങ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഭാഗം ഓൾമോസ്റ്റ് നമുക്ക് റീസണിങ്ങും ബേസിക് മാത്തമാറ്റിക്സും ഫുള്ള് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാം. പിന്നെ ഉള്ളതാണ് ജനറൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന് നല്ല വെയിറ്റേജ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റീവിൽ ഓൾമോസ്റ്റ് 50 മാർക്സ് ഇംഗ്ലീഷിനാണ്. അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും പഠിച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ജനറൽ ഇംഗ്ലീഷിൽ വരുന്നത്? ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സിനോണിംസ്, സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ്, sentence improvement, fill in the blanks, transformation, joining sentences, spotting errors, error correction, antonyms, passage completion, active and passive voice, substitution, preposition, again substitution ഉണ്ടായിരുന്നു, സ്പെല്ലിംഗ് ടെസ്റ്റ്, എറർ കറക്ഷൻ, അതേപോലെ പാരാ കംപ്ലീഷൻ. ഇവിടെ റിപ്പീറ്റ് ആവുന്നുണ്ട്, അത് ഇഗ്നോർ ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഗ്രാമർ ജനറൽ ഇംഗ്ലീഷിൽ വരാവുന്ന
കാര്യങ്ങൾ ജനറലി നമ്മൾ PSC എക്സാംസിന് പഠിക്കുന്ന അതേപോലത്തെ സിലബസ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറേയും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം എന്താണ്, വെരി ഹൈ വെയിറ്റേജ്, നല്ല വെയിറ്റേജ് ആണ് ജനറൽ ഇംഗ്ലീഷിന് ഈ പേപ്പറിൽ കൊടുത്തിട്ടില്ല. അതേപോലെ നമ്മൾ ഈ ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിനും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതാണ്. പിന്നെയുള്ള എന്താണ്, ജനറൽ നോളേജ് ആണ്. അഗൈൻ ഓൾമോസ്റ്റ് 40 മാർക്ക് ആണ് നമുക്ക് ഒബ്ജക്റ്റീവ് പേപ്പറിൽ 40 മാർക്കാണ് ജനറൽ നോളജ് ഉള്ളത്. എന്തൊക്കെയാണ് വരുന്നത്? ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള, ജനറൽ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, കറന്റ് അഫയേഴ്സ്, നാഷണലും ഇന്റർനാഷണലും കറന്റ് അഫയേഴ്സ്, ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി വരുന്നുണ്ട്, സ്പെസിഫിക്കലി ഫിസിക്കൽ ജോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി, ഇന്ത്യയുടെയും വേൾഡിൻ്റെ ഹിസ്റ്ററി, ഇന്ത്യൻ എക്കോണമി, സൊസൈറ്റി, കൾച്ചർ, ഹെറിറ്റേജ്, ആർട്സ്, ലിറ്ററേച്ചർ, ഇതൊക്കെ വരും. സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ പോളിറ്റി, എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഇവൻറ്റ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ ജനറൽ നോളജിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ അഗൈൻ എന്താ ചെയ്യേണ്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഏത് ഭാഗത്ത് ഏത് സെക്ഷനാണ് ജനറൽ നോളജിൻ്റെ അവർ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നതെന്ന് നോക്കുക. അതനുസരിച്ചിട്ട് പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ വാസ്റ്റ് സിലബസ് നമുക്ക് കുറച്ചും കൂടെ ചെറുതാക്കി പഠിക്കാൻ പറ്റുന്നത് കൂടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഈ സിലബസിൽ വരാൻ ചാൻസ് ഉള്ള മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ജനറൽ നോളേജ് എന്ന് പറഞ്ഞൊരു ഭാഗം പറഞ്ഞിരുന്നു അല്ലേ സിലബസിൻ്റെ. ഓൾമോസ്റ്റ് 40 മാർക്കാണ് ആ ഭാഗത്തിന് വരുന്നത്. അപ്പം അതിൻ്റെ അകത്താണ് നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളത്? നമ്മുടെ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, അതായത് IPCയുടെ CRPCയുടെയും ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ഒക്കെ പുതിയ പേരുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ പുതിയ നിയമങ്ങളെക്കുറിച്ച് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. യൂഷ്വലി നമുക്കൊരു 10 മാർക്കിന് ഇങ്ങനൊരു പുതിയ സെക്ഷൻ കൂടെ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ജനറൽ നോളജിൽ നിന്ന് ഉള്ള ചില ഭാഗങ്ങൾ മാറ്റിയിട്ടായിരിക്കും മോസ്റ്റ്ലി ഇത് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ 10 മാർക്കിനാണ് ഇത് പ്രതീക്ഷിക്കാൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 3 ലോസും എന്തായാലും പഠിച്ചിരിക്കേണ്ടതായിരിക്കും. അതേപോലെ നമുക്ക് May 21 ഒക്കെ ആകുമ്പോൾ ഇത് കൺഫേംഡ് ആയിട്ടുള്ളൊരു സിലബസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊക്കെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഏതൊരു വെയിറ്റേജിലായിരിക്കും ഇൻക്ലൂഡഡ് എന്നുള്ള കാര്യം കൂടെ അറിയാൻ പറ്റും. എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്? ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതേപോലെ ഭാരതീയ സാക്ഷ്യ അധിനിയം, ഈ 3 ലോസിനെ കുറിച്ച് എന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ഇനി സ്റ്റഡി പ്ലാനിലേക്കാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾക്ക് മിൻറ്റിന് VFAയുടെ, കമ്പനി ബോർഡ് LGSൻ്റെയും ബെവ്കോ LDCയുടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ക്രാഷ് ബാച്ച് 30-ാം തീയതി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 799 റുപ്പീസിന് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്സസ്, മെൻറ്റർഷിപ്പ്, SCRTയുടെ ക്ലാസ്സസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ക്ലാസ്സസ് ഒക്കെ കമ്പൈൻഡ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലായിട്ടുള്ള അവൈലബിൾ ആണ്, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന QR കോഡിൽ ഞങ്ങളുടെ ആപ്പ് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പർ, അതായത് 7907365854 കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഗൈഡഡ് ആയിട്ട് തന്നെ ഈ കുറേ എക്സാംസിൻ്റെ കാര്യങ്ങളും ഒന്നിച്ച് തന്നെ നമുക്ക് മുമ്പോട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാനിനെ കുറിച്ചായിരുന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റഡി പ്ലാനിൻ്റെ കാര്യം നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ കുറച്ച് മന്ത്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് മാസം ഉണ്ടാകും. നമ്മൾ ഓൾമോസ്റ്റ് ഒക്ടോബർ ഒക്കെ ആകുമ്പോഴാണ് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം എങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഇനിയുള്ള പഠനം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് മന്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക, അതേപോലെ കോർ ഗ്രാമറിൽ ഫോക്കസ് ചെയ്യുക. അഗൈൻ ഇംഗ്ലീഷിന് വെയിറ്റേജ് ഉണ്ട്, അപ്പോൾ ഗ്രാമറിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് വെയിറ്റേജ് എന്തായാലും ഫോക്കസ് ചെയ്യുക. അതേപോലെ ബേസിക് മാത്സിലും ഫോക്കസ് ചെയ്യുക. കാരണം മാത്സ് വളരെ ഈസി ആയിട്ട് റൈറ്റ് ആക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക. ഇംഗ്ലീഷ് ആകുമ്പോൾ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച്, ടെൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിലൊക്കെ ഫോക്കസ് ചെയ്യുക. ബേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. മാത്സ് ആണെങ്കിലോ നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജ് ഒക്കെ നോക്കുക. ഇത് week 1 to 2 നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ ബേസ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ ഈസി ടോപ്പിക്സും ആണ്, പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. ആദ്യത്തെ വീക്ക് ആകുമ്പോൾ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുക. സെക്കൻഡോ week 3 to 4 എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഉണ്ട്, അതേപോലെ കോൺകോർഡൻ്റ് ആർട്ടിക്കിൾസ് ഒക്കെ നോക്കുക.
പിന്നെ മാത്സ് ആകുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ലെവൽ കൂട്ടിയിട്ടാണ് നമ്മൾ വീക്ക് 3 and 4 നോക്കുന്നത്. അപ്പോൾ ബേസ് നമ്മൾ ഫസ്റ്റ് മന്ത് ഫുൾ ബേസ് ക്രിയേറ്റ് ചെയ്യണതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് മന്ത് ലീഗൽ GK ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ജനറൽ നോളജിന് 40 മാർക്ക് വെയിറ്റേജ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. നമ്മളുടെ ഗോൾ എന്താണ്? നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും കോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ നോളജിലും നമ്മൾ ഫോക്കസ് ചെയ്യലാണ് നമ്മുടെ ഗോൾ വരുന്നത്. ഇപ്പോൾ വീക്ക് 5 to 6 എന്താ ചെയ്യേണ്ടത്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസ് ക്രിയേറ്റ് ചെയ്യുക, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അതേപോലെ ഡയറക്ടർ പ്രിൻസിപ്പിൾസ്. ഈ ഭാഗങ്ങളൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് പഠിക്കാനും പറ്റുന്നതാണ്, എന്നാൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുന്ന റീജിയൻസ് ആണ്. അതേപോലെ ജനറൽ നോളജ് ആകുമ്പോൾ കേരള ഹിസ്റ്ററിയിൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് അറിയാവുന്നതാണല്ലേ, നമ്മൾ എക്സാംസിന് ജനറലി പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ തുടങ്ങുക. എസ്പെഷ്യലി സോഷ്യൽ റിഫോമേഴ്സിൻ്റെ കാര്യമൊക്കെ എന്തായാലും ചോദിക്കുന്നതാണ്. പിന്നെ വീക്ക് 7 to 8 എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ജുഡീഷ്യറിയിൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ ഹൈക്കോർട്ടിൻ്റെ എക്സാം ആണല്ലോ എഴുതുന്നത്. അപ്പോൾ ജുഡീഷ്യറിനെ കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്ട്രക്ചർ ഓഫ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റിറ്റ്സ്, റീസെൻ്റ് ആയിട്ട് വരുന്ന ജഡ്ജ്മെൻറ്റ്സ്, അതൊക്കെ പഠിക്കുക. അപ്പോൾ ജുഡീഷ്യറിയിലാണ് നമ്മൾ വീക്ക് 7 to 8 ജനറൽ നോളജിൽ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണത്? റീസണിങ്. അതിൻ്റെ അകത്ത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ തുടങ്ങുന്നത്. കോഡിങ്, ഡീകോഡിങ്ങും ബ്ലഡ് റിലേഷൻസും വെച്ചിട്ട് തന്നെ തുടങ്ങാം. അപ്പം മന്ത് 2 നമ്മൾ ബേസിക് ആയിട്ടുള്ള ലീഗൽ GK, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതേപോലെ കേരള ഹിസ്റ്ററി തുടങ്ങുന്നു. പിന്നെ റീസണിങ്ങിൻ്റെയും ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ മന്ത് 3 വരുമ്പോഴോ നമ്മൾക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തല്ലേ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിനെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പോവാണ്. അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയിലേക്കും ബേസിക് ഡിസ്ക്രിപ്ഷനിലേക്കുമാണ് ഇനി ഗോള് പോകേണ്ടത്, ഇനി ഫോക്കസ് പോകേണ്ടത്. ഇംഗ്ലീഷിൽ എന്തൊക്കെ പോകണം? ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഇത് നമ്മുടെ ഒബ്ജക്റ്റീവ് പേപ്പറിൽ നല്ലോണം ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഡിസ്ക്രിപ്റ്റീവിലും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇഡിയംസും ഫ്രേസസും ഒക്കെ ഡിസ്ക്രിപ്റ്റീവിലും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്ക്രിപ്റ്റീവിൽ നമ്മൾ 100 വേർഡ് സമ്മറീസ്, അതായത് പ്രസസ് ആൻസർ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒന്നില്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കുക. അതേപോലെ ഓൾറെഡി ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോംപ്രിഹെൻഷൻസ് എടുത്തിട്ട് തന്നെ പ്രസസ് എഴുതാൻ നോക്കേണ്ടതാണ്. പിന്നെ വീക്ക് 11 to 12 ആകുമ്പോൾ ഇംഗ്ലീഷിൽ കോമൺ എറേഴ്സ് ആൻഡ് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻ്റ് ആണ് നോക്കേണ്ടത്. അപ്പോൾ അഗൈൻ നമ്മൾ റിഫൈൻ ചെയ്ത് വരികയാണ്. മന്ത് 3 ഇംഗ്ലീഷ് എങ്ങനെ നമ്മൾ റിഫൈൻ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവിന് വേണ്ടിയും അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി. അതേപോലെ ഡിസ്ക്രിപ്റ്റീവിൽ നമ്മൾ essay സ്ട്രക്ചറിങ്ങും ഡ്രാഫ്റ്റിങ്ങിലും ഫോക്കസ് ചെയ്യുക. എസ്പെഷ്യലി സോഷ്യോ ലീഗൽ ടോപ്പിക്സിൽ. ഇതിന് നമ്മൾ ഹിന്ദുവിൻ്റെ ഒക്കെ, ദ ഹിന്ദു എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ ഒക്കെ എഡിറ്റോറിയൽ എടുത്തിട്ട് ടോപ്പിക്സ് എടുത്തിട്ട് essay എഴുതിയാലും മതി. അതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താണ് സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിലും ഒബ്ജക്റ്റീവിലും കൂടെ ഫോക്കസ് ചെയ്യുന്നതാണ് മന്ത് 3. മന്ത് 4 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫർമേഷൻ ടെക്നോളജിയിലും കറണ്ട് അഫെയർസിലും ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ IT സിലബസും അതേപോലെ തന്നെ 2026 കറണ്ട് അഫെയർസും നമ്മൾ നല്ലോണം കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ മന്ത് 4 മാക്സിമം കറണ്ട് ഇവൻറ്റ്സിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. സൈബർ ലോസ്, അതേപോലെ നെറ്റ്വർക്കിംഗ് ബേസിക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ആദ്യം 13 to 14 കവർ ചെയ്യുന്നത്. പിന്നെ വീക്ക് 15, 16 ആകുമ്പോൾ കറണ്ട് അഫെയർസ്, ജാൻ മുതൽ ജൂൺ വരെയൊക്കെയുള്ള 2026 വരെയുള്ള കറണ്ട് അഫെയർസ് നമ്മൾ കവർ ചെയ്യുക. അവാർഡ്സ്, സ്പോർട്സ്, ലീഗൽ ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ്, ഇപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും പുതിയ ജഡ്ജ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ട്രാൻസ്ഫേഴ്സ് നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും പുതിയ എന്തെങ്കിലും ഒരു ലീഗൽ അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതേപോലെ റീസണിങ് മറന്നു പോയത്, റീസണിങ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെ ഇടയിൽ കയറ്റുക. കാരണം എന്താ, റീസണിങ് വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലേ. അപ്പോൾ സിലജിസം, ഡയറക്ഷൻസ് ഒക്കെ അതിൻ്റെ അകത്തും കൂടെ പഠിക്കാം. അപ്പോൾ വീക്ക് 13 to 14 സൈബർ ലോസ്, നെറ്റ്വർക്കിംഗ്, അതിൻ്റെ അകത്ത് IT ഫോക്കസ് ചെയ്യുമ്പോൾ വീക്ക് 15 to 16 കംപ്ലീറ്റ്ലി കറണ്ട് അഫെയർസ് മാക്സിമം അബ്സോർബ് ചെയ്യാൻ നോക്കാം. അപ്പോൾ മന്ത് 4 എന്താണ്? മാക്സിമം കറണ്ട് അഫെയർസ് ഓറിയൻറ്റഡ് ആയിട്ട് സിറ്റുവേഷണൽ അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. ആ ഒരു കറണ്ട് അഫെയർസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നടക്കുന്നത്, അവാർഡ്സ് എന്താണ്, ലീഗൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് നടക്കുന്നത്, സ്പോർട്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ മന്ത് 5 വരുമ്പോൾ നമ്മൾ ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, മോക്ക് ഡ്രിൽസും നടത്തേണ്ടതാണ്. മാക്സിമം സ്പീഡ് ബിൽഡ് ചെയ്യുക. ഈ 75 മിനിറ്റുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റിനും അതേപോലെ മാക്സിമം റൈറ്റിങ്ങിൽ പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ സ്പീഡ് ടെസ്റ്റ് ആണ് ഇനി നടക്കാൻ പോകുന്നത്. അതേപോലെ മോക്ക് ടെസ്റ്റുകളും ചെയ്യേണ്ടതാണ്.
ഡെയിലി പ്രെസിസ് എഴുതുക. പ്രെസിസ് ഒരെണ്ണം ഡെയിലി എഴുതിയാൽ തന്നെ നമ്മളുടെ സ്പീഡും കൂടും, അതേപോലെ തന്നെ പ്രിസിഷനും കൂടുന്നതാണ്. അതേപോലെ കോംപ്രിഹെൻഷനും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതേപോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് നമ്മൾ മോക്ക് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. എസ്പെഷ്യലി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷനിൽ ഫോക്കസ് ചെയ്തിട്ട് തന്നെ മോക്സ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. പിന്നെ 19 to 20 കറന്റ് ലീഗൽ ഇഷ്യൂസിൽ എന്ത് ചെയ്യണം, നമ്മൾ essay റൈറ്റ് ചെയ്യണം. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ജോഗ്രഫി, ജനറൽ സയൻസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ കൂടെ തന്നെ റിവിഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവസാനമാകുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രയോറിറ്റി ടോപ്പിക്സ് നമ്മൾ ആദ്യം കവർ ചെയ്തു, വെയിറ്റേജ് കൂടുതലുള്ളത് ബാക്കിയൊക്കെ നമ്മൾ അവസാനമാകുമ്പോഴാണ് കവർ ചെയ്യുന്നത്. അവസാനമാകുമ്പോൾ നമ്മളൊന്ന് പ്രയോറിറ്റി അത്ര ഇല്ലാത്ത ടോപ്പിക്സ് കവർ ചെയ്യും. ഇപ്പം month 5 ആകുമ്പോൾ പ്രയോറിറ്റി അത്ര ഇല്ലാത്ത ടോപ്പിക്സും കവർ ചെയ്യുന്നു. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത ടോപ്പിക്സ്, എസ്പെഷ്യലി ഇംഗ്ലീഷ് പോലത്തെ സബ്ജക്ട്സിൽ നമ്മൾ നല്ലൊരു ഫൗണ്ടേഷൻ അതിൻ്റെ മുകളിലേക്ക് ബിൽഡ് ചെയ്ത് പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കാൻ കൂടെയാണ് ലാസ്റ്റ് മന്ത് ഒക്കെ ആകുമ്പോൾ ചെയ്യേണ്ടത്. പിന്നെ ഇതൊക്കെ നമ്മൾ നോക്കിയല്ലേ, അപ്പം നമ്മൾ ഡെയിലി എങ്ങനെയാണ് ഈ ഷെഡ്യൂൾ ചെയ്യുക എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം ഡെയിലി നമ്മൾക്ക് ഈ സബ്ജക്ട്സ് ഒക്കെ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ രാവിലെ ഒരു 6 to 8 നമ്മൾ എന്ത് ചെയ്യണം, 6 to 8 ഒക്കെ നമ്മൾ വൊക്കാബുലറി ആൻഡ് കറന്റ് അഫയേഴ്സിൽ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്, നമ്മളുടെ ഇംഗ്ലീഷ് ഒബ്ജക്റ്റീവ് പേപ്പറിനും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് എസ്പെഷ്യലി വൊക്കാബുലറി ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ, അതേപോലെ കറന്റ് അഫയേഴ്സ് ബിൽഡ് ചെയ്യണമെങ്കിൽ വെരി ഈസി ആയിട്ടുള്ളൊരു കാര്യം എന്താണ്, ന്യൂസ് പേപ്പർ വായിക്കുക. അത് കൂടെ നമുക്ക് ലീഗൽ ടേംസും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കറന്റ് അഫയേഴ്സ് അറിയാം. കറന്റ് അഫയേഴ്സ് എസ്പെഷ്യലി എഡിറ്റോറിയൽസ് ഒക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറന്റ് അഫയേഴ്സ് വെച്ചിട്ട് essay ഒക്കെ എഴുതി പ്രാക്ടീസിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൊക്കാബുലറിയും ബിൽഡാവും, കറന്റ് അഫയേഴ്സ് അവയർനെസ്സും ബിൽഡാവും. പിന്നെ ഒരു 10 to 1 ഒക്കെ നമ്മൾ കോർ സബ്ജക്ട്സിൽ ഫോക്കസ് ചെയ്യുക. ജനറൽ നോളജ്, മാത്സ് പോലുള്ള കോർ സബ്ജക്ട്സിൽ ഫോക്കസ് ചെയ്യുക. അവിടെ നമ്മൾ എന്താണ്, എന്തെങ്കിലും ഒരു വീക്ക്ലി ടോപ്പിക് എടുത്തിട്ട് ഇപ്പം നമ്മളുടെ മന്ത്ലി പ്ലാനിലുള്ള ഒരു ടോപ്പിക്സ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടായിരിക്കണം നമ്മുടെ കോർ സബ്ജക്റ്റ് ഏതാണ്, എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ഒരു 10 to 1 ആണ്. 10 to 1 കോർ സബ്ജക്റ്റ് നോക്കുക. പിന്നെ 3 to 5 എന്താ ചെയ്യേണ്ടത്, 3 to 5 ഇംഗ്ലീഷ് ഗ്രാമറിൽ ഫോക്കസ് ചെയ്യുക. MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കേണ്ടത്. കാരണം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടത് മൈൻഡിലേക്ക് കടത്താൻ പറ്റും. അതേപോലെ തന്നെ എന്താ തെറ്റ് വരുന്നത് എന്ന് കൂടെ അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 7 to 9 എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് ചെയ്യുക. പ്രെസിസും എസ്സേയും ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ പെൻ ആൻഡ് പേപ്പർ വെച്ച് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. സ്പീഡും വേണം, പ്രിസിഷനും വേണം. അപ്പം ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു 9:30 to 10:30 നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. റിവ്യൂ ആൻഡ് റിവിഷൻ. അപ്പോൾ റിവൈസ് ചെയ്ത് പഠിക്കണം. ഡെയിലി എന്താണോ ചെയ്ത് അതിൻ്റെ റിവ്യൂ ചെയ്തിട്ട് തന്നെ പഠിക്കണം. അപ്പം എന്താണ് നമ്മളുടെ മൈൻഡിൽ കുറേയും കൂടെ അത് ഹോൾഡ് ആയിട്ട് നിൽക്കണം. കാരണം നമ്മൾ വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, നമുക്കത് എക്സാമിൻ്റെ സമയത്ത് ഓർമ്മ വരണം അല്ലേ. അപ്പം 6 to 8 വൊക്കാബുലറി കറന്റ് അഫയേഴ്സ്, 10 to 1 കോർ സബ്ജക്റ്റ്, 3 to 5 ഇംഗ്ലീഷ് ഗ്രാമർ, 2 to 9 എന്ത് ചെയ്യണം, 7 to 9 എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് ആണുള്ളത്. അതേപോലെ 9:30 to 10:30 റിവ്യൂ ആൻഡ് റിവിഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കി വെക്കേണ്ടതാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ടൈം ഷെഡ്യൂൾ അതനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഈ മന്ത്ലി പ്ലാൻ എങ്ങനെയാണോ ഒരു ഡെയിലി സ്ലോട്ട് ആക്കാൻ പറ്റുക, വീക്ക്ലി സ്ലോട്ട് ആക്കാൻ പറ്റുക എന്നൊക്കെ നോക്കിയിട്ട് വേണം, ഭയങ്കര ഫോക്കസ് ചെയ്തിട്ട് വേണം പ്ലാൻ ചെയ്തിട്ട് എക്സാമിലേക്ക് കടക്കേണ്ടത്. അപ്പം ഇതായിരുന്നു ഫുൾ നമ്മുടെ സിലബസ്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ, എങ്ങനെയാണ് ഈ പഠിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിക്കാൻ നോക്കേണ്ടതാണ്. എങ്ങനെയാണോ നമ്മളുടെ സിലബസ് വരുന്നത് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ തന്നെ, അല്ലെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് അത് മോഡിഫൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഇല്ലാത്ത രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്രാക്ക് ചെയ്ത് റാങ്ക് മുകളിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പോകേണ്ടതാണ്. അപ്പോൾ ഇതേപോലത്തെ വളരെ ഇൻഫർമേറ്റീവ് വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മികച്ച പഠനം മീൻസിനൊപ്പം താങ്ക് യു സോ മച്ച്.